ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഞാൻ MP യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കലിൽ നിന്നും. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് റസൽ മരക്കാർ. റസൽ മരക്കാറിനെ നമ്മൾ പല വീഡിയോസിലായിട്ട് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ റസൽ വന്നിട്ടുള്ളത് JEE അഡ്വാൻസിന്റെ റിസൾട്ട് 2 ദിവസം മുന്നേ വന്നു. വളരെ നല്ല റിസൾട്ടുമായിട്ട് റസൽ മുന്നിൽ തന്നെയുണ്ട്. അപ്പോൾ JEE അഡ്വാൻസ്, മെയിൻസ്, അതുപോലെ തന്നെ അതിന്റെ പ്രിപ്പറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് റസലിനോട് സംസാരിക്കാം. കൂടെ റസലിന്റെ പാരന്റും വന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അവരെ ഇതിലേക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം. Now, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റസലിന്റെ അടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. എത്രയാണ് റസലിന് അഡ്വാൻസിൽ വന്ന റാങ്ക്? 4,395. 4,395 ജനറൽ റാങ്ക്. ഓക്കെ, കാറ്റഗറി റാങ്കിൽ 829. ഓക്കെ, ആ ഒരു റാങ്ക് വെച്ച് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോകണം എന്നാണ് വിചാരിക്കുന്നത്? താല്പര്യം IIT ബോംബെയില് പോകണം. അവിടെ നല്ല കോഴ്സുകളൊക്കെ ഏതുവരെ കിട്ടും നമുക്ക്? CS ഇലക്ട്രിക്കലും അല്ലാതൊക്കെ ഏതാണെങ്കിലും എടുക്കാം. ഏതെങ്കിലും പ്രത്യേകിച്ച് ഒരു ബ്രാഞ്ച് ഒക്കെ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, നല്ല ക്യാമ്പസിൽ പഠിക്കണം. നല്ല ക്യാമ്പസിൽ പഠിക്കണം. അതായത് കോഴ്സിൽ പ്രിഫറൻസ് കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസിൽ അവിടുത്തെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യലാണ് നീ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, മെയിൻസിന് എന്തായിരുന്നു സാഹചര്യം? മെയിൻസിന് എനിക്ക് 99.8% വന്നത്. ഓക്കെ, അപ്പോ ആ ഒരു റാങ്ക് അല്ലെങ്കിൽ ആ ഒരു പെർസെന്റേജ് വെച്ച് മെയിൻസിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ എടുക്കുന്ന ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും NIT-കളിൽ ഏത് വേണമെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് എടുക്കാം. അതുപോലെ തന്നെ IISc ബാംഗ്ലൂർ പോവാം. IISc ബാംഗ്ലൂരിൽ നിന്ന് കോൾ ഉണ്ടായിരുന്നോ? വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയിട്ട് എന്ത് തോന്നി? കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് റിസർച്ചിലോട്ട് താല്പര്യമില്ലാത്തതുകൊണ്ട് റിസർച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. റിസർച്ച് അല്ല മേഖല എന്നുള്ളത്. ഓക്കെ, മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ IIT-യിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് കുറച്ച് കഴിഞ്ഞ് പഠിച്ചൊക്കെ തുടങ്ങി നമ്മളൊരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചു തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും നമുക്ക് റിസർച്ച് ഒക്കെ ചെയ്യണമെന്ന്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി IIT ചെന്ന് കഴിഞ്ഞാൽ അതിന് സാധ്യതകൾ ഉണ്ടാവും. അത് മറക്കേണ്ട കാര്യമില്ല. എങ്ങനെയാണ് റസൽ ആക്ച്വലി യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ എത്തിയത്? പാരന്റ്സിനോടാണ് അല്ലെങ്കിൽ ഫാദറിനോടാണ് ചോദ്യം. ഞാനിവനെ റസലിനെ ഇവിടെ ട്യൂഷൻ ബാച്ചിൽ ചേർക്കണം എന്ന് വിചാരിച്ചു കൊണ്ടുവന്നു. ഓക്കെ, സാധാരണ ഒരു സ്കൂൾ ക്യാമ്പസിൽ ചേർത്തിട്ട് +1 ചേർത്തിട്ട് ട്യൂഷൻ ഇവിടെ പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട സാറ് സ്നേഹത്തോടുകൂടെ എന്ന് വിളിക്കുന്ന ഞങ്ങൾ തമ്മില് ഒരു 10 മിനിറ്റ് നേരം വി ഹാഡ് ആൻ ആർഗ്യുമെന്റ് സാറുമായിട്ട്. സാറിനോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ അവനെ ചേർക്കണം. സാറിന്റെ ആർഗ്യുമെന്റ്സ് എന്റെ മുന്നിൽ വെച്ചു. ഐ ഹാഡ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആർഗ്യുമെന്റ്സ്. ഞാൻ പറഞ്ഞു കുട്ടികൾ കളിച്ചു വളരണം എന്നുള്ളതായിരുന്നു എന്റെ. +1 +2 ഒരു സ്കൂൾ ക്യാമ്പസിൽ നിന്ന് കുട്ടിക്ക് കിട്ടേണ്ടത് എല്ലാം കിട്ടണം. അത് ഇവിടെ ഏതായാലും നിങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു എന്റെ ഒരു പരാതി. പക്ഷെ എന്നെ അതില് സർപ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ഐ ചേഞ്ച്ഡ്. കൺവിൻസ്ഡ് ആയി. AFന് എനിക്ക് അനക്കാൻ പറ്റിയില്ല. സാധാരണ നിലക്ക് നമ്മൾ ആർഗ്യൂ ചെയ്യുമ്പോൾ അടുത്ത ആളെ ചേഞ്ച് ചെയ്യാനാണ്. പക്ഷെ ഹിയർ ഐ ഫെയിൽഡ്. ബട്ട് ദാറ്റ് ഫെയിലിയർ വാസ് മൈ വിക്ടറി. അങ്ങനെയാണ് അവൻ ഇവിടെ കയറിയത്. ഓക്കെ, നോർമൽ സ്കൂള് പബ്ലിക് സ്കൂള് തമ്മിലുള്ള ഡിഫറൻസ്, നമ്മൾ എൻറ്റയർലി എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. എൻട്രൻസിന്റെ കോമ്പറ്റീഷൻ വളരെ വളരെ കൂടി ഓരോ വർഷവും കൂടി വരുന്നതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് റസല്. സാറ് എനിക്ക് കൺവിൻസിംഗ് ആയിട്ട് പറഞ്ഞൊരു സംഗതി എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് കോച്ചിങ് ദാറ്റ്സ് ബീങ് ഗിവൺ, അത് ഒരു സ്കൂൾ ക്യാമ്പസ് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളത് സാർ എന്നോട് പറഞ്ഞു. പിന്നെ എന്റെ കുറഞ്ഞ സമയം കൊണ്ട് 1 മാസം കൊണ്ട് തന്നെ എനിക്ക് അതിന്റെ എഫക്ട് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി ത്രൂ റസൽ. കാരണം പിന്നെ അവന് സ്കൂൾ സിലബസിന്റെ അത് ഇറ്റ് ബിക്കെയിം എന്താ പറയാ വളരെ ലൈറ്റ് ആയിട്ടായി. ബോർഡ് എക്സാമിന് തലേന്ന് പോലും ഹി വാസ് കാഷ്വലി അറ്റൻഡിങ് ദ ബോർഡ് എക്സാം. ബോർഡ് എക്സാമിന് വേണ്ടി ഒരു പ്രത്യേക കാഷ്വൽ ആയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ അവന് എന്താ പറയാ ചില സയൻസ് സബ്ജക്റ്റിലൊക്കെ ഫുൾ മാർക്ക് വാങ്ങിയിട്ടുണ്ട്. അതൊന്നും ഒരു സംഭവമായിട്ട് ഒരു അച്ചീവ്മെന്റ് ആയിട്ട് തോന്നിയിട്ടേ ഇല്ല. എല്ലാത്തിലും +1 കിട്ടിയപ്പോ we couldn't feel like celebrating. ഒരു അച്ചീവ്മെന്റ് ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ ഡീപ്പായിട്ട് പഠിക്കുന്നത് കൊണ്ട് ആയിരിക്കാം. അതെ, തീർച്ചയായും. കാരണം നമ്മളിപ്പോ പല എൻട്രൻസ് എക്സാമുകളും നമ്മളൊരു ബോർഡ് എക്സാം ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ പല ആർഗ്യുമെന്റ് നമുക്ക് വെക്കാം. അതിലൊരു ഞാൻ മനസ്സിലാക്കുന്ന ഒരു 30 ടൈംസ് ഇപ്പോ നമ്മൾ ബോർഡ് എക്സാമിന് ഓരോ സബ്ജക്റ്റുകളാണ് എക്സാം. ഒരു വർഷത്ത് പഠിച്ചാൽ +1 പഠിച്ചാൽ പിന്നെ +2 വേണ്ട, +2 സമയത്ത് +1 വേണ്ട. നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും ആൻഡ് ടൈം ഗിവണും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബോർഡ് എക്സാമിന്റെ ഒരു 30 ടൈംസ് ഹാർഡാണ് നീറ്റ് എക്സാം എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി അതിനേക്കാളും ഹാർഡാണ് അഡ്വാൻസും മെയിൻസും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബോർഡ് എക്സാം അതൊന്നും അല്ലാതായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. ഓക്കെ, നൗ ഇപ്പോ +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതുപോലെ തന്നെ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത് റസലിന് എന്താ പറയാനുള്ളത്? ലാബ് റെക്കോർഡ് കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കേണ്ട കാര്യമില്ല. അതിന്റെ വഴിക്ക് പോയിക്കോളും. ബോർഡ് എക്സാമിന് നമ്മൾ അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല സത്യം പറഞ്ഞാൽ. എൻട്രൻസിന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. +1 ടോപ്പിക്സ് ആവും പിന്നെ ബാക്കി ഉണ്ടാവുക.
അത് നമ്മളിപ്പോ ഒരു നവംബർ ആകുമ്പോഴേക്ക് +2 ടോപ്പിക്സ് ഫുള്ള് കഴിയും. പിന്നെ ഇവിടെ ഫുള്ള് നിരന്തര എക്സാംസ് ആവും, ഫുൾ ടോപ്പിക് ടെസ്റ്റ് അല്ലെങ്കിൽ ഇപ്പൊ +1 +2 കമ്പൈൻഡ് പാർട്ട് ടെസ്റ്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് കവറപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ജനുവരി ആകുമ്പോൾ നിങ്ങൾക്ക് ജനുവരി മുതൽ പിന്നെ ഫുള്ള് എക്സാം സീസൺ ആണ്. നമുക്ക് മെയിൻസ് തുടങ്ങും, മോഡൽസ് വരും, പിന്നെ സെക്കൻഡ് മെയിൻസ് ആയി, പിന്നെ എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട് തന്നെ കുറെ എക്സാംസ് ഉണ്ട്. നീറ്റ് പോലെ ഒരുപാട് എക്സാം ഉണ്ട്. കഴിഞ്ഞില്ലേ? ഗെയിമും കഴിഞ്ഞു. ഒരുപാട് എക്സാമുകൾ ഉണ്ട്. അപ്പോൾ പറയുന്നത് +1 +2 അതിന്റെ കൂടെ കൊണ്ടുപോവാ, ഒരു നവംബർ സമയമാകുമ്പോഴേക്ക് +1 കാര്യങ്ങൾ കവറപ്പ് ചെയ്യാന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. പിന്നെ എക്സാംസ് ഫുൾ എക്സാംസ് ഫോക്കസ് ചെയ്യാൻ. പരമാവധി എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കാം. +1 ടോപ്പിക്കുകൾ കവർ ചെയ്ത് തീർക്കാൻ പറ്റും തന്നെയാണ് റിസൾട്ട് പറയുന്നത്. +1 ഇപ്പോ സ്റ്റുഡൻസിന് ഇപ്പൊ നമ്മൾ പബ്ലിക് സ്കൂളിലൊക്കെ ക്ലാസ് തുടങ്ങിയിട്ട് ഒരു 1 month ആയിട്ടില്ല ആക്ച്വലി. സോ ഒരു 2-3 weeks ഒക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ പലപ്പോഴും തുടക്കത്തിൽ 10th ക്ലാസ്സിന് +1 കയറുന്ന സമയത്ത് നല്ലൊരു ഷിഫ്റ്റ് ആണ്. എല്ലാ കുട്ടികളും ആക്ച്വലി എന്താ അവിടെ സംഭവിക്കുന്നത് അറിയാത്തൊരു അവസ്ഥയിലേക്കൊക്കെ വരുന്നൊരു സാഹചര്യമാണ്. അപ്പൊ അങ്ങനെയുള്ളവരോട് എന്താ പറയാനുള്ളത്? ഡെഫിനറ്റ്ലി ഇപ്പൊ 10th +1 എന്ന് പറഞ്ഞ ഒരു വലിയ ജമ്പാണ്. നമുക്ക് കുറച്ച് ടൈം എടുക്കും എന്തായാലും. ഫസ്റ്റ് മന്ത് തന്നെ ഏകദേശം 1-1.5 മാസം കഴിഞ്ഞു ഇവിടെ ക്ലാസ് തുടങ്ങി. സ്വാഭാവികമായിട്ട് കുട്ടികൾക്ക് തന്നെ കുറച്ച് ടൈം വേണ്ടി വരും ഒന്ന് സ്റ്റേബിൾ ആവാൻ വേണ്ടി. അപ്പൊ നിങ്ങൾ നിരന്തരം അധ്വാനം ചെയ്യുക, സ്റ്റാർട്ടിങ് മുതലേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. അതന്നെയാണ് നമുക്ക്, വേറൊരു ഷോർട്ട് കട്ടോ കാര്യങ്ങളൊന്നുമില്ല. അധ്വാനിക്കുക എന്നല്ലാതെ വേറെ ഇപ്പൊ പ്രത്യേകിച്ച് നമുക്ക് ഷോർട്ട് കട്ടോ ട്രിക്കോ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല ഈ എൻട്രൻസ് ഫീൽഡില്. അപ്പൊ +1 സ്റ്റുഡൻസിന്റെ അടുത്ത് പറയാനുള്ളത്, നമ്മളെ തുടക്കത്തിലുള്ള ക്ലാസിന്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സബ്ജക്റ്റുകൾ എടുക്കുന്ന സമയത്ത് 10th വലിയൊരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു സ്ട്രഗിൾ ഒക്കെ തുടക്കത്തിൽ ഉണ്ടാവും. അപ്പൊ നിരന്തരം അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കുറേശ്ശെ നിങ്ങൾക്ക് ക്ലാരിറ്റി വരും എന്നുള്ളതാണ് പറയാനുള്ളത്. ഉപ്പാക്ക് വേറെ എന്തെങ്കിലും കൂട്ടിച്ചേർത്ത് പറയാനുണ്ടോ? ഞാൻ കുട്ടികളുടെ അടുത്ത് പറയാനുള്ളത്, എനിക്ക് നമ്മുടെ കുട്ടികളെല്ലാവരും 10th കഴിഞ്ഞ് വരുന്ന ബഹുഭൂരിപക്ഷം കുട്ടികളും മിടുക്കരാണ്, നല്ല പൊട്ടൻഷ്യൽ ഉള്ള കുട്ടികളാണ്. ദ ഓൺലി തിങ് ഈസ് വാട്ട് മേക്സ് സം സ്പെഷ്യൽ. അത് അവരുടെ ഒരു സെറ്റിംഗ് ദ ഗോൾ ആൻഡ് പെർസ്യൂയിങ് ദാറ്റ് ഗോൾ, അതാണ്. അത് ശരിക്കും പലപ്പോഴും ഭയങ്കര ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവുന്നുണ്ട് ഈ കുട്ടികളിൽ. അത് നമ്മുടെ എന്റെ മോനിലൂടെ പോലും എനിക്ക് അതിനെ ഒരു തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. കാരണം ദ ലെസ്സർ ദ ഡിസ്ട്രാക്ഷൻ ദ ഹയർ അച്ചീവ്മെന്റ് എന്നുള്ളതാണ് സത്യം. അതാണ് ഇപ്പൊ ഇവനിലും ഉണ്ടായിരിക്കുന്നത്. അപ്പം ഞാൻ ഇവന്റെ കേപ്പബിലിറ്റി മാത്രമായിട്ട്, ടാലൻസ് മാത്രമായിട്ട് അതിനെ കാണുന്നില്ല. ഈ ഒരു ഫാക്ട് വലിയൊരു ഫാക്ട് ആണ്. ഇഫ് യു സെറ്റ് യുവർ ഗോൾ ഹൈ, അത് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, സെറ്റ് യുവർ ഗോൾസ് വെരി ഹൈ, aim for the sun, then only you will fall in among the stars at least. ആ ഒരു ഇത് നമ്മൾ വിട്ടുപോയത്. ഒത്തിരി ഈ പലരും +2 കഴിഞ്ഞിട്ടാണ് റിയലൈസ് ചെയ്യുന്നത് ഇനി എന്തെന്നുള്ളത്. കാരണം ഇപ്പൊ എന്റെ കുടുംബത്തിൽ തന്നെ കുട്ടികൾ ഇവനോടൊപ്പം ഒരേ ഗ്രേഡിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവരൊക്കെ +2 കഴിഞ്ഞപ്പോഴാണ് ചില കുട്ടികളൊക്കെ റിയലൈസ് ചെയ്യുന്നത്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടമാണ്, വിഷമമാണ് വരുന്നത്. അതുണ്ടാവരുത്. സോ സെറ്റ് യുവർ ഗോൾ ഹൈ ആൻഡ് ഒരു ഡെഫിനറ്റ് പ്ലാൻ നമുക്ക് വേണം ജീവിതത്തിൽ. ഇന്നതാവണം എന്നുള്ള വെച്ചിട്ട് you pursue that, you can achieve it. Nothing is unachievable. നമ്മുടെ മുമ്പിലുള്ള, താങ്കൾ കുറച്ച് നേരത്തെ പറഞ്ഞ ഏത് വലിയ ബ്ലോക്ക് ആണെങ്കിലും ശരി, once you are at it, you can overcome that. അതൊരു ഫാക്റ്റ് ആണ്. അതൊരു യൂണിവേഴ്സൽ സംഗതിയാണ് കിടക്കുന്നത്. അതൊരു എക്സാജറേഷൻ ഒന്നുമല്ല. ഇറ്റ് ഹാപ്പൻസ്. ഓൾറൈറ്റ്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റസലിന്റെ അടുത്തുനിന്നും അതുപോലെ തന്നെ റസലിന്റെ ഉപ്പവിടെ ഉണ്ട്. സോ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിനും ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും റസലിന് നല്ല ബോംബെ IIT തന്നെ നല്ലൊരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.